എല്ലാവർക്കും. ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൗറീഷ്യസിൻ്റെ വെസ്റ്റ് കോസ്റ്റ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആൽബിയോൺ ലൈറ്റ് ഹൗസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1909 1910 കാലഘട്ടത്തിലാണ് കേട്ടോ 30 മീറ്റർ ഉയരമുള്ള ഈ ഒരു ലൈറ്റ് ഹൗസ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് പോയിന്റോ കേവ് ലൈറ്റ് ഹൗസ് എന്നാണ് കേട്ടോ. പക്ഷേ ഇവിടെ പൊതുവെ എല്ലാവരും പറയുക ആൽബിയോൺ ലൈറ്റ് ഹൗസ് എന്നാണ്. കാരണം മൗറീഷ്യസിലെ ആൽബിയോൺ എന്ന് പറയുന്ന ഒരു കോസ്റ്റൽ വില്ലേജിലാണ് ഈ ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടേക്ക് എത്തുന്നത് ഏകദേശം ഒരു 5-5:30 സമയത്താണ് കേട്ടോ. അധികം ടൂറിസ്റ്റുകളൊന്നുമില്ല, പക്ഷെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. ഇതാ ദൂരത്തുനിന്ന് ഒരു കപ്പലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വൈകുന്നേര സമയത്ത് എത്തിയതുകൊണ്ട് തന്നെ നമുക്കിത് സൂര്യാസ്തമയം കൂടി കണ്ടിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ദൂരത്തുനിന്ന് ഒരു കപ്പൽ വരികയും ആ കപ്പലിന് വേണ്ടിയിട്ട് അവിടെ ഈ ഒരു ലൈറ്റ് ഹൗസിന് സിഗ്നൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പോർട്ട് ലൂയിസ് ഹാർബറിലേക്ക് വരുന്ന ഷിപ്പിനെ ഗൈഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ ഈ ഒരു ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. ഇതാ ആ കാണുന്ന ആ ഫ്ലാഷ് ലൈറ്റ് ഉണ്ടല്ലോ, അത് ഏകദേശം 29 നോട്ടിക്കൽ മൈൽസ് വരെ വിസിബിൾ ആവുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ലൈറ്റ് ഹൗസ്. കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇവിടുന്ന് ഒന്ന് തെറ്റി വീഴുണ്ടെങ്കിൽ താഴേക്ക് എത്തും, അത്രയും ഡേഞ്ചറസ് ആണ്. ഇവിടെ ഒരു ബാരിക്കേഡ് പോലെ ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. കുഞ്ഞിന് പേടിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നാൽ ഇച്ചിരി അഡ്വഞ്ചർ ആവാലോ അല്ലേ. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി പോവാണ്. താഴെ അവിടെ ഒരു ചെറിയൊരു കേവ് പോലെ കണ്ടു കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഇറങ്ങി വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഏകദേശം ഞങ്ങൾ നടന്ന് ആ താഴെ ആ കേവിൻ്റെ അടുത്ത് എത്താൻ, കേവല്ല പക്ഷെ അത് നല്ല അടിപൊളിയായിട്ട് നല്ല ഡിസൈനിലായിട്ട് നിൽക്കുന്ന ഒരു കുറേ പാറക്കെട്ടുകളാണ് കേട്ടോ. അപ്പം ഞങ്ങളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കേണ്ട, ഇവിടെ അധികം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം വെള്ളമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു സ്ഥലം. അപ്പോൾ മേലിൽ നിന്ന് ഞങ്ങൾ താഴെ ഇറങ്ങി കുറേ കല്ലിൻ്റെ മേലെ കൂടെ ഒക്കെ നടന്നതാ അത് കാണാൻ വേണ്ടി പോയതാണ്. നല്ല അടിപൊളി സ്ഥലമായിരുന്നു. താഴെ നിന്ന് ഇത്രയും നല്ല അടിപൊളി വ്യൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും വ്യൂ? നല്ല അടിപൊളിയായിരിക്കും അല്ലേ. പക്ഷേ ആ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ കയറിയിട്ട് നമുക്കത് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മൗറീഷ്യസ് പോർട്ട് അതോറിറ്റീൻ്റെ ഓതറൈസേഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു, ഉയരുണരുന്നു. വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഇത്രയും ഭംഗിയൊരു സൂര്യാസ്തമയം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ബീച്ചിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് തവണ സൂര്യാസ്തമയം കണ്ടിട്ടെങ്കിലും ഇതിൻ്റെ ഒരു ഭംഗി അത് വേറെ തന്നെയായിരുന്നു. നല്ല അടിപൊളിയായിട്ട് നമുക്ക് സൂര്യൻ നമ്മുടെ തൊട്ടടുത്തുനിന്ന് മാഞ്ഞു പോകുന്ന പോലെ തോന്നിട്ടോ. ഏകദേശം ഈവനിങ് ആയി, സൺസെറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിനി തിരിച്ച് വീട്ടിൽ പോവാണ്. കുറച്ച് നേരം നിൽക്കണമെന്നുണ്ട്, പക്ഷേ നമുക്ക് ഇത്ര സേഫായിട്ട് തോന്നുന്നില്ല. കടൽ ചിലപ്പോൾ അഥവാ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലൈറ്റ് ഹൗസ് വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരും. ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്. അവൾ വരും വസന്തമായി, ഇതൾ തൊടും വിലോലമായി മിഴിയാകെ.